അല്ല, കാലം എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാലം എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ ഇന്ന് സിനിമ നമ്മളിതൊരു കോമഡി ഫിലിമാണെന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രേക്ഷകരുടെ താല്പര്യം ഏറ്റവും കൂടുതൽ കോമഡി സിനിമകളോടാണ്. അവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? അവരുടെ ഹെക്റ്റിക് ലൈഫാണ്. മുമ്പ് ഈ കോമഡി സിനിമയോടൊപ്പം തന്നെ സീരിയസ് മൂവീസും ഒക്കെ കാണാൻ പ്രേക്ഷകരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ലൈഫിൽ എടുത്തു നോക്കിയാൽ ഏത് ഫീൽഡിൽ നോക്കിയാലും ഡോക്ടേഴ്സിന് പണ്ടത്തെക്കാളും ടെൻഷൻ എന്നാണ്. കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. ആങ്കറിൻ്റെ കാര്യം എടുത്ത് നോക്കൂ, ടി വി മേഖല എടുത്ത് നോക്കൂ, പണ്ടത്തേക്കാളും ചാലഞ്ചസ് കൂടുതലാണ്. അപ്പോൾ റിയൽ ലൈഫിൽ എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വറി ചെയ്യുന്ന പാരൻസ്, കുട്ടികളുടെ കല്യാണ കാര്യത്തിൽ കൂടുതലായി വറി ചെയ്യുന്ന പാരൻസ്, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നുള്ള വറി ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും. അപ്പോൾ എവിടെയും ഒരു ടെൻഷനാണ്. ഈ ടെൻഷനിൽ നിന്ന് റിലീഫ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനാണ്, അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞ് നിരാശയോടെ പോകുന്ന പ്രേക്ഷകരെ ഒരുപാട് പേരെ അറിയാം. കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയും വാങ്ങിച്ച പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര നിരാശപ്പെട്ട് പോകുന്ന പ്രേക്ഷകരെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു റിലീഫ്, ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ, ഈ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. കോമഡിക്കപ്പുറം നന്മയുടെ ചെറിയ 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 കാര്യങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വലിയ മെസ്സേജൊന്നും അല്ല കൊടുക്കുന്നത്, പക്ഷേ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ചില നന്മയുടെ സന്ദേശം അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാൻ കാരണം അതാണ്. ഇല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ കോമഡിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒരു കോൺഫിഡൻസ് കാണാൻ കഴിയുന്നില്ലേ? ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. റൈറ്റിങ്ങിലായാലും സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും എല്ലാം നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്, നല്ല എഫേർട്സ് എടുത്തിട്ടുണ്ട്. റോഷാക്ക് ആയിക്കോട്ടെ, ഓസ്ലർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മാർക്കോ ആയിക്കോട്ടെ, പിന്നെ കിഷ്കിന്ദ കാണ്ഡം ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അല്പം ഡാർക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പലതും ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി, ഹ്യൂമർ വിട്ടോ, ഹ്യൂമർ ഉപേക്ഷിച്ചോ, എന്താ ഹ്യൂമർ ഇഷ്ടമല്ലേ, അത് കുറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഹ്യൂമറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചാടി വീണു, കൂടുതലൊന്നും ആലോചിച്ചില്ല. അപ്പോൾ അതിനകത്ത് ഹ്യൂമറുണ്ട്, ധാരാളം സാധ്യതയുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഹ്യൂമറായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ വിഷ്ണു പലപ്പോഴും എൻ്റെ അടുത്ത് ചിലപ്പോൾ ചേട്ടാ കുറച്ചുകൂടെ ഒന്ന് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ആവശ്യപ്പെടും. ഞാൻ പറയും, വിഷ്ണു ഈ ചെയ്തത് ഈ ലിമിറ്റ് ഇനി കൂടി പോവില്ലേ? ഇല്ല ചേട്ടാ കൂടി പോവില്ല, ഞാനല്ലേ ഗ്യാരണ്ടി എന്ന്, ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, പഴയ കാലത്ത് നിന്ന് മാറി ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. കാലം മാറി, അത് മാറിയിരുന്നാലും ആ പഴയ കാലത്തിന് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട് ചേട്ടാ, അതുകൊണ്ട് ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാം, ഞാനല്ലേ ഗ്യാരണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്നെ വിട്ട് ചെയ്യിച്ചിട്ടുണ്ട്.